സെയിൽസ് ചെയ്യുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ചുമ്മാ തള്ളാതെ എന്ന് പറയും. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെയിൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ സെയിൽസിനെ കുറിച്ച് വളരെ കുറച്ച് വീഡിയോകളെ ചെയ്തിട്ടുള്ളൂ, എന്നാലും ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. സെയിൽസ് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലും പഠിപ്പിക്കുന്നത്. പ്രോഡക്റ്റുകളെ കുറിച്ച് നമ്മൾ ധാരാളം വീഡിയോകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെ സെയിൽസ് നടത്തും എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ആദ്യം നമ്മൾ അറിയേണ്ടത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ബിസിനസ് ആണ് നടത്തുന്നത് എന്നാണ്. നിങ്ങൾ B2B ബിസിനസ് നിങ്ങൾക്ക് നടത്താം, B2C ബിസിനസ് നിങ്ങൾക്ക് നടത്താം, B2B, ബിസിനസ് നിങ്ങൾക്ക് നടത്താം, ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടത്താം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്താം. എന്താണെങ്കിലും തിയറി ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. അത് നമ്മൾ എങ്ങനെ പ്രാക്ടിക്കൽ ആക്കുന്നു എന്നതിലാണ് കാര്യം. ഇത്തരത്തിലുള്ള സെയിൽസിൽ നമ്മൾ ഫെയിൽ ആകുന്നതിനുള്ള സൂപ്പർ മോസ്റ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫെയിൽ ആകുന്നതിനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ സൊല്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ അത് അനുവർത്തിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒരു പക്ഷേ സക്സീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും ആദ്യത്തെ പോയിന്റ്, പീപ്പിൾ ഡോണ്ട് ലൈക്ക് ടു ബി സോൾഡ്. അതായത് നമുക്ക് ഒരു തരികിട കാണിച്ച് അവരെ പറ്റിച്ച് കബളിപ്പിച്ച് ഒരു സെയിൽ നടത്തിയാൽ അത് അവർക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത്. പീപ്പിൾ ഡോണ്ട് ലൈക്ക് ടു ബി സോൾഡ്. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും സെയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അത് തന്നെയാണ് ഇതിന്റെ ഉത്തരം. നിർബന്ധപൂർവം നിങ്ങൾ ആർക്കെങ്കിലും ഒരു സാധനം വിൽക്കാൻ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു തവണ എന്തെങ്കിലും ശല്യം ഒഴിഞ്ഞു പോകട്ടെ എന്ന് കരുതി ഒരു പക്ഷേ അവർ വാങ്ങി വെച്ചെന്നിരിക്കും. ഇനി അത് മറിച്ച് വിൽക്കേണ്ടവരാണെങ്കിൽ അവർ ഒരിക്കലും ആ പ്രോഡക്റ്റിൽ ഒരു ശ്രദ്ധയും കൊടുക്കുകയില്ല. അതായത് ശ്രദ്ധ കൊടുത്താൽ പ്രോഡക്റ്റ് വിറ്റുപോയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ തന്നെ കാണണം, നിങ്ങളോട് തന്നെ വാങ്ങിക്കണം, അവരെ കബളിപ്പിച്ച വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളൊരു ബോധം അവർക്കുള്ളതുകൊണ്ട് അവർ അതിന് ശ്രമിക്കുകയില്ല. പൈസ പോയാൽ പോട്ടെ എന്നേ കരുതുകയുള്ളൂ. ഇനി അതിനുശേഷം നിങ്ങളുടെ വെട്ടമെങ്ങാനും അവരുടെ ഷോപ്പിന്റെ പരിസരത്തോ ഓഫീസിന്റെ പരിസരത്തോ കണ്ടാൽ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിനോട് പറഞ്ഞിട്ട് ബോസ് മുങ്ങിക്കളയും. അനുഭവമുണ്ട് പലർക്കും. അതുകൊണ്ട് നിർബന്ധിപ്പിച്ച് അവരെ കൊണ്ട് സാധനങ്ങൾ എടുപ്പിക്കുകയല്ല വേണ്ടത്, പകരം അവർക്ക് ഹെൽപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പോയിന്റ് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞാൻ ആരെയും തരികട കാണിക്കില്ല, കബളിപ്പിക്കില്ല, കള്ളം പറഞ്ഞ് ഇല്ലെങ്കിൽ ആ രീതിയിൽ നിർബന്ധിപ്പിച്ച് ഒരു സെയിൽ നടത്തില്ല, ഇല്ലെങ്കിൽ വിൽക്കില്ല എന്ന്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് അവിടെ നിൽക്കുകയാണ്. അത് അടുത്ത പ്രശ്നമാണ്. ഞാനൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൂടെ മാത്രമേ, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ അത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് അവിടെ നെടുനടങ്കൻ തൂണായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതെന്താണെന്ന് നോക്കാം. When you don't dig deep enough. ചുമ്മാ അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവർക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയെടുത്ത് ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് അവിടെ നമ്മളുടെ പ്രോഡക്റ്റുകൾ വിറ്റു പോകുന്നത്. അവിടെ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 കുട്ടികൾ ലേറ്റ് ആയിട്ട് കയറി വരുന്നു. ഉടനെ ടീച്ചർ അവരോട് ചോദിച്ചു, എന്താ ലേറ്റ് ആയത്? കുട്ടികൾ പറഞ്ഞു, സർ, ഞങ്ങൾ വഴിയിൽ ഒരു അമ്മച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. അപ്പൊ ടീച്ചർ ചോദിച്ചു, എന്ത് ഹെൽപ്പ്? ഞങ്ങൾ ആ അമ്മച്ചിയെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുകയായിരുന്നു സർ എന്ന് പറഞ്ഞു. അതിനാണോ അരമണിക്കൂർ? നിങ്ങൾ അരമണിക്കൂർ ലേറ്റ് ആയല്ലോ. അപ്പോൾ കുട്ടി പറഞ്ഞ ഉത്തരം ഞെട്ടിപ്പോകും. സർ, അതിന് ആ അമ്മച്ചി റോഡ് മുറിച്ചു കിടക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അമ്മച്ചിക്ക് റോഡ് മുറിച്ച് കടക്കണ്ട, പക്ഷെ നമ്മൾ കടത്തിയേ അടങ്ങൂ. അതായത് കസ്റ്റമറെ നിർബന്ധപൂർവം റോഡ് മുറിച്ച് കടക്കാൻ നിങ്ങൾ സഹായിക്കാൻ പോകരുത്. അവരാവശ്യപ്പെടുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിന് നിർബന്ധിക്കരുത്. പകരം അവർക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കുക. അവരെ നമ്മളുടെ പ്രോഡക്റ്റിന് വേണ്ടി വളയ്ക്കുന്നതിന് പകരം അവരുടെ നീഡ് മനസ്സിലാക്കുക, അവരുടെ ആവശ്യം മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മൾ വളയുകയാണ് വേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ നീഡ് മനസ്സിലാക്കുക, അവരുടെ വാണ്ട് മനസ്സിലാക്കുക, അവരുടെ ഗോൾ മനസ്സിലാക്കുക, അവരുടെ പ്രോബ്ലം മനസ്സിലാക്കുക. അതിനുശേഷം നമ്മളുടെ പ്രോഡക്റ്റ് അവരുടെ മുമ്പിലോട്ട് വയ്ക്കുക. ഇത്രയൊക്കെ റെഡിയായി എങ്കിൽ പോലും അടുത്ത മൂന്നാമതൊരു പോയിന്റ് നമ്മുടെ മുമ്പിൽ ബാലികേറ മല പോലെ നിൽപ്പുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് മുമ്പോട്ട് പോകാം. അതാണ് ഐഡന്റിഫൈ യുവർ KDM എന്ന് പറഞ്ഞാൽ കീ ഡിസിഷൻ മേക്കർ. അവരാണ് നമ്മുടെ ബയർ. അതിന് ഒരു ഉദാഹരണം പറയാം. സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഷോപ്പാണെന്ന് കരുതുക. ഷോപ്പിലോട്ട് ഒരു കൊച്ചുകുട്ടി കടന്നു വരികയാണ്. ആ കൊച്ചുകുട്ടിയുടെ ഫാദറും മദറും ഒക്കെ കൂടെ ഉണ്ട്. അവർ വരുമ്പോൾ കൊച്ചുകുട്ടിക്കാണ് വേണ്ടത് കിൻഡർ ജോയ്, എന്തെങ്കിലും ഒരു സാധനം വേണം. അതിൽ കയറി പിടിക്കുകയാണ്, അത് തരാൻ പറയുകയാണ്.
എന്ന് പറയുക. അപ്പോൾ നമ്മൾ അവരെ അല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, പകരം ഡിസിഷൻ മേക്കർ ആരാണോ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം വാങ്ങി കൊടുക്കേണ്ടത് ഫാദർ ഇല്ലെങ്കിൽ മദർ ആണ്, അവരാണ് ഡിസിഷൻ മേക്കർ. ഒരു പക്ഷേ കൊച്ചുകുട്ടി പറഞ്ഞു എന്ന് കരുതി അത് വാങ്ങിച്ചു കൊടുത്തില്ല എന്നും വരാം. പറഞ്ഞതിനർത്ഥം ചുമ്മാ ഭിത്തിയിലിട്ടിങ്ങനെ തള്ളിയിട്ട് കാര്യമില്ല, വാതിലിൽ തന്നെ തള്ളണം. വാതിലിൽ തള്ളിയാൽ മാത്രമേ വാതിൽ തുറക്കപ്പെടുകയുള്ളൂ. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കമ്പനികളിൽ, ഹോൾസെയിലേഴ്സിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളുടെ ബയറിനെ കണ്ടെത്തുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പർച്ചേസ് മാനേജേഴ്സ് കാണും, അവരാണ് നമ്മളുടെ ബയർ. ബോസ് എന്ന് പറയുമ്പോൾ ബോസ് ആണ്. ഈ പറയുന്ന പർച്ചേസ് മാനേജർക്ക് ഇൻഫ്ലുവൻസർ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയുകയില്ല, അവരൊരു ഡിസിഷൻ മേക്കർ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. പക്ഷെ അവരായിരിക്കും നമ്മളുടെ ബയർ. ബോസ് മുകളിൽ നിന്ന് ഉത്തരവിടും, ഇവിടെ താഴെ പ്രവർത്തിക്കേണ്ടത് ഈ പർച്ചേസ് മാനേജറാണ്. ഇങ്ങനെയുള്ള KDM നമ്മൾ മനസ്സിലാക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സെയിൽസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ KDM മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കമ്പനികളുടെ, ഇതുപോലുള്ള ഷോപ്പുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി അതൊക്കെ തന്നെയാണ്. ഒരു സാധനം വിൽക്കാൻ പോകുന്നതിന് മുമ്പ് അവരെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. ആരാണ് കീ പൊസിഷനിൽ, ആരാണ് ഡിസിഷൻ എടുക്കുന്നത്, ആർക്കൊക്കെയാണ് പവർ, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. അതുപോലെ തന്നെ ചില കമ്പനികളിൽ, ചില ഷോപ്പുകളിലൊക്കെ പവർ ഈ പർച്ചേസ് മാനേജർക്ക് പോലും പവർ കാണില്ല. പകരം പവർ ഉള്ളത് ബോസിന്റെ PA ആയിരിക്കും. ആ PA ആണ് പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അവരിലൂടെ മാത്രമേ നമ്മളുടെ ബിസിനസ് നടക്കുകയുള്ളൂ. നിങ്ങൾ സാധാരണ ശ്രദ്ധിച്ചു നോക്കുക. ഒരു ഉദാഹരണം പറയാൻ, നമ്മളൊരു തുണിക്കടയിൽ പോവുകയാണ്, വലിയ തുണിക്കടയാണ്, അവിടോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കൗണ്ടറിൽ നിൽക്കുന്ന സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ നിങ്ങളുടെ പൾസ് വിതിൻ എ സെക്കൻഡ് മനസ്സിലാക്കിയെടുക്കും. നിങ്ങൾ 4 പേരാണ് പോകുന്നത്. ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, കുട്ടികളുണ്ട്, കൂടെ അമ്മയുണ്ട്. നിങ്ങൾ ഒരു സാരിയോ എന്തെങ്കിലും സാധനം എടുത്തിടുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്നതിനിടയ്ക്ക് തന്നെ ആരാണ് ഇതിനകത്തെ ഡിസിഷൻ മേക്കർ എന്ന് ഈ സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേളിന് മനസ്സിലാകും. അവർ എന്ത് ചെയ്യും? അവരോടാണ് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അവരെയാണ് സാധനങ്ങൾ കാണിക്കുന്നത്. അമ്മച്ചി പറ, ഈ സാരി എങ്ങനെ ഉണ്ടെന്ന് പറ, എങ്ങനെ, അടിപൊളിയല്ലേ? അമ്മച്ചിയാണ് ഡിസിഷൻ മേക്കർ എന്ന് അവർക്ക് മനസ്സിലായി. ഈ അമ്മച്ചിയെ പിടിച്ചിട്ടേ കാര്യമുള്ളൂ എന്നും മനസ്സിലായി. അമ്മച്ചി ഡിസൈഡ് ചെയ്തു, സാധനം മേടിച്ചു, പോന്നു. ഫാസ്റ്റ് സെയിൽ. ഇങ്ങനെ നമ്മളുടെ ആദ്യത്തെ 3 സ്റ്റെപ്പും ക്ലിയർ ആയി. നമ്മൾ ഇതെല്ലാം പഠിച്ചു, ഇതേ രീതിയിൽ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് കരുതുക. ഇനിയാണ് അടുത്ത ഏറ്റവും വലിയ സ്റ്റെപ്പ്, 4th സ്റ്റെപ്പ്. അൺക്ലിയർ അബൌട്ട് ദ ബജറ്റ് ബ്രാക്കറ്റ്. അവരുടെ ബജറ്റിനെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല, ഒരു ചുക്കും അറിയില്ല. ബജറ്റ് അറിഞ്ഞിരിക്കണം, അതാണ് ഏറ്റവും വലിയ കാര്യം. എങ്ങനെയാണ് കസ്റ്റമർ പ്രതികരിക്കുന്നത് എന്നറിയണമെങ്കിൽ ബജറ്റ് ബ്രാക്കറ്റ് അറിഞ്ഞിരിക്കണം. ആദ്യം ഒരു കസ്റ്റമർ ഉണ്ട്, അവർക്ക് പണമുണ്ട്, പണം ചെലവാക്കണമെന്നില്ല, ചെലവാക്കാനുള്ള ആഗ്രഹവുമില്ല. അങ്ങനെയുള്ളവരെ പാടെ തള്ളിക്കളഞ്ഞേക്കുക. ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ തള്ളിക്കളഞ്ഞേക്കുക. അവരുടെ പുറകെ നടന്ന് നമ്മളുടെ സമയം മെനക്കെടുക്കാതിരിക്കുക. അവർ നമ്മൾ വിരിക്കുന്ന വലയിൽ വീഴുകയില്ല. അവർ നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങുകയില്ല. കേട്ട് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോകുന്നതല്ലാതെ നത്തിങ് വിൽ ഹാപ്പൻ. സെക്കൻഡ്, രണ്ടാമത്തെ ആൾക്കാര് പണമുണ്ട്, ചെലവഴിക്കണമെന്നുണ്ട്, ചെലവഴിക്കാനുള്ള ആഗ്രഹമുണ്ട്, ചെലവഴിക്കും. അങ്ങനെയുള്ളവരാണ് നമ്മളുടെ ബയർ. അവരിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുക, അവരുടെ പുറകെ പോവുക, അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും നമുക്ക് ബെറ്റർ. മൂന്നാമത്തെ കാറ്റഗറി, പണമൊക്കെ ഉണ്ട് എന്നാൽ ചെലവഴിക്കാൻ ഒട്ടും ആഗ്രഹമില്ല. അവിടെ അവരുടെ അല്ല തെറ്റ്, നമ്മളുടെയാണ് തെറ്റ്. നമ്മൾ ആദ്യം അനുവർത്തിച്ച 3 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. അവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അവരുടെ KDM നമുക്കറിയില്ല. ഒന്നും അറിയില്ലാത്തത് കൊണ്ട് പറ്റാണ് നമ്മൾ റിവ്യൂ ചെയ്യുക. നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയെന്ന്. ആ തെറ്റുകൾ തിരുത്തി കഴിഞ്ഞാൽ അവരെ വീണ്ടും ഒരു ബയറാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഒരു നല്ല സെയിൽസ്മാന് സാധിക്കും. 4ാമത്തെ കാറ്റഗറിയാണ് ഏറ്റവും സൂപ്പർ മോസ്റ്റ് കാറ്റഗറി, ഏറ്റവും കൂടുതലുള്ള കാറ്റഗറി, ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാറ്റഗറി. അവർക്ക് പണം ചെലവഴിക്കാൻ ആഗ്രഹമുണ്ട്, എല്ലാം വേണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ പണമില്ല. അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള കാറ്റഗറി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എല്ലാ സാധനങ്ങളും വേണം, എല്ലാ ഐറ്റങ്ങളും വേണം എന്ന ആഗ്രഹമുണ്ട്, അവരുടെ അതിനുള്ള പണമില്ല. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്താൻ പറ്റുന്നത്. നമുക്ക് അതിനുവേണ്ടി ഫിനാൻസ് കമ്പനികളുണ്ട്, ലോൺ കമ്പനികളുണ്ട്. അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ നീഡ്, ഇവരുടെ ആവശ്യം ഫുൾഫിൽ ചെയ്യാൻ, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഏറ്റവും കൂടുതൽ സെയിൽസ് ഇവരിലൂടെ തന്നെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരുടെ ബജറ്റ് ബ്രാക്കറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന്. സെയിൽസ് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. നിങ്ങൾ കണ്ടു കാണും, പല ഷോപ്പുകളിലും ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ ചെല്ലുമ്പോൾ നല്ല ചുള്ളന്മാരായിട്ടുള്ള പയ്യന്മാര് അല്ലെങ്കിൽ ചുള്ളത്തികള് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റും
നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, അവർ നമ്മളെ മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രായത്തിന്റെ കാര്യമില്ല, അതിനകത്ത് കൂടുതൽ എക്സ്പീരിയൻസിന്റെ കാര്യമില്ല, അവർക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കും. ഇനി ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷവും എന്റെ പൊന്നു ചേട്ടാ ഇതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കതിനുള്ള കഴിവില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇത്തരം ചുള്ളന്മാരെ വാടകയ്ക്ക് എടുക്കുക, ഹയർ ചെയ്യുക, അവരെ എംപ്ലോയി ആയിട്ട് എടുക്കുക. നിങ്ങളുടെ സെയിൽസ് 150% ബൂസ്റ്റപ്പ് ആകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.